ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ടൊവിനോയുടെ നടികർ സിനിമയുടെ ടീസർ വന്നിരിക്കുകയാണ്. ലാൽ ജെആറിന്റെ ആണ് സിനിമ. അതുപോലെ തന്നെ സൗബിൻ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്, ഭാവനയുണ്ട്. അങ്ങനെ നല്ലൊരു കാസ്റ്റിംഗ് ആണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പോസ്റ്റർ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടാണ് നമുക്ക് തോന്നിയത്. പിന്നെ ടൊവിനോ തോമസ് ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ ടീസർ കണ്ടാലേ കൂടുതൽ ഇതിനെ പറ്റി അറിയാൻ പറ്റും. നമുക്ക് നേരെ ആ ഒരു ടീസർ കണ്ടു നോക്കാം. ഒരു നഗരത്തിൽ ഒരു അനീതി നടന്നാൽ അസ്തമയത്തിനുള്ളിൽ അവിടെ കലാപം നടന്നിരിക്കണം. ഇവിടെ അനീതി നടന്നത് എന്റെ കുടുംബത്താണ്. കലാപം നടന്നിരിക്കും. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കർ. What's next? No phones, no calls, no cinema. Just booze, dance, കുന്തളിപ്പ്, കലാപരിപാടികൾ ആൻഡ് ഫൈനലി എന്റെ കരിയർ നശിപ്പിക്കാൻ മനഃപൂർവ്വം ചെയ്യാം. ഇമാരി ഓൾഡ് സ്കൂൾ മേക്കേഴ്സിന്റെ പടമൊന്നും കമ്മിറ്റ് ചെയ്യണമെന്ന് നീ എത്ര പറഞ്ഞിട്ടുണ്ട്? റീസെന്റ് 2-3 പടം പൊട്ടികളും മാറ്റി നിർത്തിയ ഒന്നുമില്ല. ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ? താങ്കളൊരു ഒട്ടും ഡിസേർവിംഗ് അല്ലാത്ത വെറും സൂപ്പർ ഹീറോ ചമയുന്ന ഒരു പൊട്ടൻ ചെക്കനാണെന്നാണ്. ഡേവിഡ് പഠിക്കൽ എന്ത് പഠിക്കല്? ആരുടെ പഠിക്കല്? നിന്റെ അച്ഛനാണ് പഠിക്കല്. എന്താ ഉണ്ണി മുകുന്ദൻ ഫാൻസിനെ ഫോളോ ചെയ്യുന്ന പോലെ ഏട്ടായിക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറ്റുമോ? ഈ ടീച്ചർ കണ്ട് നമുക്ക് ആദ്യം ഇതിനകത്ത് തോന്നിയത്, ഈ വീഡിയോ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഇത് ഭയങ്കര കളർഫുൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ടീച്ചറിനകത്ത് കാണിച്ചത് ഫുള്ളും കളർഫുൾ ആയിട്ട് തന്നെ കാണിച്ചിരിക്കുന്നത്. എനിക്കത് ഓർമ്മ നമ്മുടെ തല്ലുമാല സിനിമ, നമ്മുടെ തല്ലുമാലയുടെ ആ ഒരു രീതിയൊക്കെ തന്നെ ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആ ഒരു ഫൈറ്റ് സീക്വൻസും പിന്നെ ആ ഡ്രസ്സിംഗ് കോഡുകളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ഡ്രസ്സിംഗ് കോഡ് എന്ന് വെച്ചാൽ ടൊവിനോയുടെ മാത്രമല്ല മറ്റുള്ളവരുടെ ഡ്രസ്സിങ്ങും രീതികളും കണ്ടപ്പോൾ വളരെ തല്ലുമാല ഓർപ്പിക്കപ്പെടുന്ന ഒരു ടീച്ചർ നമുക്കിപ്പോൾ ഇതിനകത്ത് കാണാൻ സാധിച്ചത്. പിന്നെ ഇതിനകത്ത് ഒരു ബീജിയം ഒക്കെ ഉണ്ട്. ബീജിയം ഒക്കെ നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട് ബീജിയം കേൾക്കാൻ. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ബീജിയം ഒക്കെയാണ്. മൂവി തന്നെ ഒരു സ്റ്റൈലിഷ് മൂവിയായിട്ട് നമുക്ക് ഫീൽ ചെയ്ത്. പിന്നെ എടുത്തു പറയേണ്ട ഇതിനകത്ത് കൂടാതെ ഭാവനയുണ്ട്, അതെ അതെ ശ്രീനിവാസൻ, ഇന്ദ്രൻസ്, കിടിലം അത് കാസ്റ്റിംഗ് നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് പിന്നെ ചന്തു ഉണ്ട്. ചന്തുവിനെ നമ്മൾ സത്യം പറഞ്ഞത് ടീച്ചർ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഉള്ള കാര്യം നമ്മൾ കാസ്റ്റിംഗിനകത്ത് കണ്ടില്ലായിരുന്നു. ചന്തു ഉണ്ട്. അപ്പം പുള്ളി തന്നെ ഇപ്പം അത്യാവശ്യം നല്ല ഇന്റർവ്യൂവിനാണെങ്കിലും അതുപോലെ തന്നെ ആ സിനിമയിലാണെങ്കിലും എല്ലാം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഉണ്ട്. എനിക്കൊന്നും ഇത് കൂടുതലും കോമഡി, ആക്ഷൻ ആ ഒരു കാറ്റഗറി പെടുന്നതാണ്. അപ്പം സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ കുറച്ചു നാളത്തേക്ക് ഇതിനകത്ത് പറയുന്നുണ്ട് ഫോണില്ല, അതുപോലെ തന്നെ സിനിമ ഷൂട്ടില്ല, ഒന്നുമില്ല, വെറുതെ ഈ അർമാദിച്ച് നടക്കാൻ വേണ്ടി നടക്കുന്നു ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും സംഭവങ്ങളും ഇല്ല, പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഈ സിനിമ എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ ട്രെയിലറിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. മെയ് 3 അല്ലേ? മെയ് 3 അപ്പൊ നമുക്ക് പ്രതീക്ഷയുള്ള സിനിമകളുടെ ലിസ്റ്റിലേക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് നടികർ എന്ന് പറയുന്നത്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് നിർത്തുന്നു. ഓക്കെ, ബൈ.